അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടയോട്ട ഫ്രാഡോ വണ്ടിയാണ് കേട്ടോ. ഫ്രാഡോ 2012 മോഡൽ വണ്ടിയുടെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വാൽവുകൾ കേട്ടോ. ചെറിയ ചെറിയ വാൽവുകളാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വാൽബോഡി ഇല്ലേ, കണ്ടില്ലേ, തലച്ചോറുമാരുള്ള സാധനം നോക്കിയേ. ഇതിൻ്റെ വാൽബോഡിൻ്റെ പാക്കിങ്, വാൽബോഡി കവറ്, ഇതാണ് ഇങ്ങനൊരു സാധനം. ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ കേട്ടോ. ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം ഈ സാധനങ്ങളുടെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരാം, ഇപ്പോൾ കണ്ട കുറേ ബോൾസുകൾ കണ്ടോ, പ്ലാസ്റ്റിക് ബോൾസ്, മെറ്റൽ ബോൾസ്, സ്പ്രിങ്ങുകൾ, സോൾനൈഡ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളെ ഗിയർ ചേഞ്ച് ഉള്ളിൽ നമ്മളെന്താ പറയുക ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന റാഡാട്ടോ കാണുന്നത്. പിന്നെ അതുപോലെ SLT സോൾനൈഡ്, SLE സോൾനൈഡ്, ഇങ്ങനെ സോൾനൈഡാണ് ഈ വരുന്നത്, ഈ കാണുന്നത്. പിന്നെ അതുപോലെ അത് ഈ വാൽബോഡി കൂട്ടിമുറുക്കാനുള്ള ബോൾട്ട് കേട്ടോ. ഇതിൽ മെയിൻ പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവുകളില്ലേ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ട്രാൻസ്മിഷൻ കമ്പനി അത് മൊത്തത്തിൽ മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിപ്പയർ ചെയ്താൽ റെഡിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവർ പറയുന്നു. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസ്ക്കാണ്. കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ ലീക്ക് ടെസ്റ്റ് നടത്തണം. ലീക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വാൽവ്, ഇപ്പോൾ ഈ ഒരു വാൽവ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ, ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വാൽവ് കയറി ഇവിടെ ക്ലോസ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഓയിൽ ലീക്കാകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായി, ഇത് ഈ വാൽവ് കംപ്ലൈൻ്റ് ആണ്, ഇല്ലെങ്കിൽ ഈ കേസിൻ്റെ ഓവലായി എന്നുള്ള എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം പണിയും കഴിഞ്ഞ് ഇത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ട്, അത് വെച്ച് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രം എന്താവുള്ളൂ നമ്മൾ സെറ്റ് ചെയ്യുക. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ബോർ ചെയ്ത് വേറൊരു വാൽവ് ഇടുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും റിസ്ക് ഉള്ളതുകൊണ്ടാണ് കമ്പനി എന്താക്കുന്നത് ഫുൾ അസംബ്ലി ഗിയർ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്താക്കാൻ ഇരുന്ന് 2 ദിവസം 3 ദിവസം ഇതിൽ ഒരു ലിക്വിഡിൽ ഇട്ട് അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കറക്റ്റ് പക്കാക്കിയിട്ടാണ് ഇത് നമ്മൾ വാൽവിന് എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി പരിശോധന നടത്തിയിട്ട് നല്ല ക്ഷമ വേണം കേട്ടോ. ചില ആൾക്കാർ പറയുന്നത് എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോഴും ഇതിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു തലച്ചോറാണ് കേട്ടോ ഈ കാണുന്നത്, വാൽബോഡി മാത്രമാണ്. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം കൂടി ഉണ്ട്. കാരണം ബോർഡ് ഇട്ടോ, ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വേറൊരു വണ്ടിയുടെ ബോർഡാട്ടോ. ഇപ്പോൾ ഇത് സർക്യൂട്ടാണ്. ഇതുപോലെ എന്താ പറയുക ഇലക്ട്രിക്കൽ ബോർഡുകൾ ഇതിനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഈ വാൽവുകളൊക്കെ കറക്റ്റ് പ്രവർത്തിക്കുന്നത്. അതിന് ECU ഉണ്ട്. ഈ ഭാഗങ്ങളെല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ. അതുപോലെ ട്രാൻസ്മിഷൻ്റെ അകത്ത് ക്ലച്ചുകൾ കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഏകപ്പെട്ട സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് പ്രവർത്തനം അയക്കാൻ മാത്രമേ എന്താവുള്ളൂ ട്രാൻസ്മിഷൻ കറക്റ്റ് ഷിഫ്റ്റ് ആകുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനി എന്താക്കുന്നത്, ഇത്രയും റിസ്ക് ഉള്ളതുകൊണ്ടാണ് ഫുൾ അസംബ്ലി ട്രാൻസ്മിഷൻ മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയൊരു എന്താ പറയുക വലിയൊരു എക്സ്പെൻസ് ആകാൻ ചാൻസ് ഉണ്ട് കസ്റ്റമർക്ക്. പക്ഷേ നമുക്കിവിടെ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ കമ്പനിയായിട്ടൊരു ടൈപ്പ് ഉണ്ട്. പുറത്ത് ഞാൻ ഇപ്പോൾ UK പോയത് കൊണ്ട് നമുക്ക് അവിടെ ഒരു എന്താ പറയുക ഒരു കമ്പനിയായിട്ട് നമുക്കൊരു ടൈപ്പ് ഉണ്ട്. നമ്മൾ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയായിട്ട് അവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാൽബോഡി ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു മെഷീൻ വരുന്നുണ്ട്. അതുപോലെ എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കുടിയും കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് തരാം. ഇപ്പോൾ എന്താ പറയുക കുറേ ലേറ്റ് ആയിരുന്നു, ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഈ ലാൻഡ് സ്ലൈഡിന് ശേഷം എനിക്കങ്ങനെ വർക്ക് ചെയ്യാനോ ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾക്കറിയില്ല, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് മെമ്മറി കണ്ട് കറക്റ്റ് കിട്ടില്ല, തല വർക്കാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ എന്താ പറയുക ഇപ്പോൾ അതെല്ലാം ഏകദേശം ശരിയായി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഓരോ വർക്കുകളും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വലിയ എക്സ്പെൻസൊക്കെ ആകുന്ന കേസാണെങ്കിൽ നേരെ വന്നോട്ട് വിളിച്ചോ. ഇവിടെ വന്ന് ഞാൻ ഒരിക്കലും റിട്ടേൺ വിടില്ല. കാരണം അത് റെഡിയാക്കിയിട്ട് വിടാറുള്ളൂ എല്ലാ വണ്ടിയും, അല്ലാതെ ഇവിടെ നിന്ന് റിട്ടേൺ വിടാറില്ല. പിന്നെ ഇതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ, ആരും പുറകോട്ട് പോകണ്ട കേട്ടോ. കാരണം